हमारे मुख्यमंत्री जी से भी मैं कहना चाहूंगा, आप तो इंडी अलायंस के बहुत बड़े मजबूत पिलर है। यहां शशि थरूर भी बैठे हैं और आज का ये इवेंट कई लोगों की नींद हराम कर देगा। നമ്മുടെ എയർലൈൻസുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ആവശ്യമായ ശ്രദ്ധ നൽകണം. He could not. वाल मैसेज चला गया जहां जा रहा था. साथियों, पोर्ट इकोनॉमी की पूरे पोटेंशियल का इस्तेमाल तब होता है जब इंफ्रास्ट्रक्चर और ईज ऑफ डूइंग बिजनेस दोनों को बढ़ावा मिले। पिछले 10 वर्षों में यही भारत सरकार की पोर्ट और वाटरवेज पॉलिसी का ब्लूप्रिंट रहा है। हमने इंडस्ट्रियल एक्टिविटीज और राज्य के होलिस्टिक विकास के लिए तेजी से काम आगे बढ़ाया है. സുഹൃത്തുക്കളെ, പോർട്ട് ഇക്കോണമിയുടെ മുഴുവൻ പൊട്ടൻഷ്യലും ഇപ്പോൾ പ്രയോജനപ്പെടുത്തുകയാണ്. ഇതിനുള്ള ഇൻഫ്രാസ്ട്രക്ചറും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സും രണ്ടും പുരോഗമനത്തിലേക്ക് സഞ്ചരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ ഭാരത സർക്കാർ പോർട്ട് വാട്ടർവേജ് പോളിസി അതിന്റെ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കിയിട്ടുണ്ട്. നാം ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റികൾ, സംസ്ഥാനങ്ങളുടെ ഹോളിസ്റ്റിക് വികസനം എന്നിവയുടെ പ്രവർത്തനങ്ങൾ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. भारत सरकार ने राज्य सरकार के सहयोग से सागरमाला परियोजना के तहत पोर्ट इंफ्रास्ट्रक्चर को अपग्रेड किया है, पोर्ट कनेक्टिविटी को भी बढ़ाया है. पीएम गति शक्ति के तहत वाटरवेज, रेलवेज, हाईवेज और एयरवेज की इंटर कनेक्टिविटी को तेज गति से बेहतर बनाया जा रहा है. ईज ऑफ डूइंग बिजनेस के लिए जो रिफॉर्म्स किए गए हैं, उससे पोर्ट्स और अन्य इंफ्रास्ट्रक्चर सेक्टर में भी इन्वेस्टमेंट बढ़ा है. ഭാരത സർക്കാർ സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടുകൂടി സാഗർമാല പരിയോജന അതിന് കീഴിൽ പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ അപ്ഗ്രേഡ് ചെയ്യുകയാണ്. പോർട്ട് കണക്ടിവിറ്റിയും വർദ്ധിപ്പിക്കുകയാണ്. PM ഗതിശക്തി പദ്ധതിയുടെ ഭാഗമായി വാട്ടർവേസ്, റെയിൽവേസ്, ഹൈവേസ്, എയർവേസ് ഇവ തമ്മിലുള്ള ഇന്റർ കണക്ടിവിറ്റി അതിവേഗം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിനായി നടത്തുന്ന റിഫോമുകൾ ഇതിലൂടെ പോർട്ടുകളും മറ്റ് ഇൻഫ്രാസ്ട്രക്ചർ സെക്ടറും അവിടെയുള്ള ഇൻവെസ്റ്റ്മെന്റ് വർദ്ധിപ്പിക്കുകയാണ്. इंडियन सीफेरर्स, उनसे जुड़े नियमों में भी भारत सरकार ने रिफॉर्म्स किए हैं और इसके परिणाम भी देश देख रहा है. 2014 में इंडियन सीफेरर्स की संख्या 1.25 लाख से भी कम थी. अब इनकी संख्या 3.25 लाख से भी ज्यादा हो गई है. आज भारत सीफेरर्स की संख्या के मामले में दुनिया के टॉप 3 देशों की लिस्ट में शामिल हो गया है. ഇന്ത്യൻ കടൽ യാത്രക്കാരുമായി ബന്ധപ്പെട്ട നിയമങ്ങളിലും ഭാരത സർക്കാർ മാറ്റം കൊണ്ടുവരികയാണ്. ഇതിന്റെ മാറ്റം രാജ്യത്ത് കാണാനാകുന്നു. 2014 ഇന്ത്യൻ സീഫെയേഴ്സിന്റെ എണ്ണം 1.25 ലക്ഷത്തിൽ കുറവായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ എണ്ണം 3.25 ലക്ഷത്തിലധികം വർദ്ധിച്ചിട്ടിരിക്കുകയാണ്. ഇന്ന് ഭാരതം കടൽ യാത്രക്കാരുടെ സംഖ്യയുടെ കണക്കിൽ ലോകത്ത് ആദ്യത്തെ 3 രാജ്യങ്ങളുടെ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു.
कि 10 साल पहले हमारे शिप्स को पोर्ट्स पर कितना लंबा इंतजार करना पड़ता था, उन्हें अनलोड करने में लंबा समय लग जाता था। इससे बिजनेस, इंडस्ट्री और इकोनॉमी सबकी पर स्पीड प्रभावित होती थी। लेकिन हालात अब बदल चुके हैं। पिछले 10 वर्षों में हमारे प्रमुख बंदरगाहों पर शिप टर्न अराउंड टाइम में 30% तक की कमी आई है। हमारे पोर्ट्स की एफिशिएंसी में भी बढ़ोतरी हुई है, जिसके कारण हम कम से कम ज्यादा कार्गो हैंडल कर रहे हैं। ഷിപ്പിംഗ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട ആളുകൾക്കറിയാം, 10 വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ കപ്പലുകൾക്ക് പോർട്ടിൽ ധാരാളം സമയം ചെലവഴിക്കേണ്ടി വന്നിരുന്നു. സാധനങ്ങൾ അൺലോഡ് ചെയ്യുന്നതിന് ദീർഘകാലം വേണ്ടി വന്നിരുന്നു. ഇതിലൂടെ ബിസിനസ്, ഇൻഡസ്ട്രി, ഇക്കോണമി ഇതിന്റെ എല്ലാം വേഗതയ്ക്ക് സ്വാധീനം ചെലുത്തി. എന്നാൽ ഇന്ന് കാലം മാറുകയാണ്. കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ നമ്മുടെ പ്രമുഖ തുറമുഖങ്ങളിൽ ഷിപ്പ് ടേൺ അറൌണ്ട് ടൈമിൽ 30% വന്നു. ഇതിലൂടെ പോർട്ടുകളുടെ എഫിഷ്യൻസി വർദ്ധിച്ചു. ഇത് കാരണം കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ കാർഗോ ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് കഴിയുന്നു.